രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ. നീ തുടക്കല്ലേ? അമ്മ എന്തിനാ ഓട്ടോയിൽ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഒരു ടാക്സി പിടിച്ചെങ്കിലും പോരായിരുന്നു. കാശ് ഞാൻ കൊടുത്തേനെ. ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് മോശ, അതുകൊണ്ടാ. എടാ രാമ, നീ ഇവിടെ എന്തെടുക്ക? നിന്നോട് പുള്ളി എത്താൻ പറഞ്ഞിട്ട് ചെത്തിയോ? ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. അമ്മ വാ. കല്യാണി, എടി കല്യാണി, എന്താടി ഇത്? നീ ഇവിടെ തൂത്തുവാരിയിട്ട് പോയതല്ലേ? എന്നിട്ട് എന്തായി കിടക്കുന്നത്? എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ കുറെ കഷ്ടാണേ. മുറ്റത്തൊരു പ്ലാവിനെ വീണ കെട്ടിയിടാത്ത പെണ്ണ കണ്ടുപിടിച്ചോ? ജോലിക്കാർ ഒത്തിരി ഉണ്ട്. എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെയാ. എന്തൊരു തണുപ്പാ! എ സി നിനക്ക് ശീലമില്ലാത്തല്ലേ? എനിക്കാണെങ്കിൽ എ സി ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി. എന്തോ ഒരു സാരി ചേച്ചിക്ക് തുണിക്കടയിലിരിക്കണ മാതിരി ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില്ല. ചേച്ചി, ഇതിന്ന് ഒരു സാരി എനിക്ക് തരുമോ? ഇതിന്നൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാൻ 3 എണ്ണം കൂടി വേണം. ആ വിഷമത്തിലാ ഞാൻ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിനക്ക് ഉടുത്ത് പഠിക്കാനേ വില കുറഞ്ഞ ഒരെണ്ണം ഞാൻ വാങ്ങിത്തരാം. നീ ഒന്നും അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട. അവക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഇതാരമ്മയോ? എന്താ മായേ നിന്റെ മുഖത്തൊരു വാട്ടം? എന്റെ ശ്രീമതി വല്ല പത്രാസം കാണിച്ചോ? നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയി ചായ എടുക്കടി. ഇവക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. പെണ്ണിനെ അവർക്ക് ഇഷ്ടമായി. നല്ല ആലോചനയാണെങ്കിൽ കേമമായിട്ട് തന്നെ നടത്തണം അല്ലേ? അതിന് പ്രേമേന്ദ്രനെ അറിയിക്കണം. അമ്മ എന്ന് വിളിച്ച അവൻ വരും. അവന്റെ കുഞ്ഞനീത്തിയുടെ കല്യാണമല്ലേ? ശേഖരൻകുട്ടി, പ്രഭാവതി ശേഖരൻകുട്ടി. എന്താ നിന്റെ ഹസിന്റെ പേര്? ശേഖർ. കേൾക്കുമ്പോ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്. പ്രഭാവതി ശേഖർ. പറയാൻ തന്നെ ഒരു സുഖമുണ്ട്. ആ ശേഖരേട്ടാ, നമുക്ക് ആ കുട്ടിയെ മാറ്റിയിട്ട് ശേഖർ എന്ന് മാത്രം പോരെ? എന്റെ അച്ഛന്റെ പേര് മാധവൻകുട്ടി എന്നായിരുന്നു. അമ്മ ആ കുട്ടിയെ അങ്ങ് മാറ്റി മാധവ് എന്നാക്കിയതായി എനിക്കറിയില്ല. ഒരു പഴമയുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ പേരിന് പഴമ, കുറെ കഴിയുമ്പോ ഞാനും പഴയതാവോ? ശേഖരേട്ടാ, എത്ര കാർ ഇവിടെ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയിക്കൂടെ? ഈ ജോലിക്കാരോടൊപ്പം ഒന്നിച്ചു പോയി ഒന്നിച്ചു വന്ന് അവനവന്റെ വിലകളെയാ സ്വയം. നിന്നോടൊത്ത് യാത്ര ചെയ്തപ്പോഴോ, നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴോ, നിന്നെ കല്യാണം കഴിച്ചപ്പോഴോ എന്റെ വിലയ്ക്ക് കുറവ് വരേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് വന്നോ? അവനവന്റെ വില അവനവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്നേഹത്തിലൂടെ, വിനയത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. പണ്ടെന്റെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ മുതൽ നീ കമ്പനി ജോയിൻ ചെയ്തോളാൻ. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ഞാൻ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന MD-യുടെ ചെയറിൽ ഗമയോടെ കയറിയിരുന്നു. അത് കണ്ടുവന്ന എന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്റ്റൂൾ കാണിച്ചു വന്നു. ഒപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് പ്യൂണിൻ്റെത്. കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ ആ മാനേജിംഗ് ഡയറക്ടർ സീറ്റിലെത്തി. അതുവരെ ഞാൻ വന്നു പോയിക്കൊണ്ടിരുന്നത് ഈ കമ്പനി ബസ്സിലാ ഇന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി പഠിച്ചു. പഠിക്കും തോറും വളരും, വളരും തോറും പഠിക്കണം. അത് ഭർത്താവിനെ കുറിച്ചായാലും വീട്ടുകാരെ കുറിച്ചായാലും ഓഫീസുകാരുമായാലും. ആ ബസ് വന്നു. വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ എന്താ? സാറിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റൂമിലോട്ട് എടുത്ത് ഞാനിപ്പോ വരാം. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? അത് വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്കുക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട്.
എന്നെ ഒരു അന്യനായി കാണുന്നത്. അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് സ്നേഹിക്കുന്നത്. തിരിച്ചും സ്വന്തം മകനോടെന്ന പോലെ പെരുമാറിക്കൂടെ? എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഹലോ, ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പോ വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്കെന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ? ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ്വ ചെലവും ഞാൻ വഹിച്ചോളാമെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാനത് നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിന് ഇതിപ്പോ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെ ആണെന്ന്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെ. ശേഖരേട്ടൻ എന്റെ ഭർത്താവാ. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു, സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടിയത് ഞാൻ പോലും അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയട്ടാ. ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടല്ലേ? ദേ, ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോരെ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് ചെല്ലടി. ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ അതും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തന്നെ തന്നെ പോയി എടുത്താ മതി. നന്നായിരിക്കുന്നല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തു കിട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെടുത്തേ എല്ലാ സമയത്തിന് മുന്നിലെത്തി. എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സതേ ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ, തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ? ആഹാ, വെച്ചടാ. വേണ്ട, മൗനം വിദ്വാന് ഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവട്ട എങ്ങോട്ടാ? ഒരു കൊട വാങ്ങിക്കാൻ പോവാ. ഈ അർദ്ധരാത്രിക്കോ? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു നീ കേട്ടിട്ടില്ലേ? ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശ. തമാശ അല്ല, കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്കാ ജുബ്ബയുമുണ്ട്. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. സ്യൂട്ടാ ധരിക്കാറ്. ഷൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്കാ സാരിയാ. ഇതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ. നിനക്കും വേണ്ട ജുബ്ബയുമുണ്ടും? പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി വേസ്റ്റ് കോട്ടും അതിന്റെ മേലൊരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മ ആ മുണ്ടും ജുബയിഞ്ഞോട്ട് തന്നേ, ആ സാരി ഇഞ്ഞ് തന്നേ. ഇതവൾ ഉടുക്കും. ഇത് ഉടുത്തോണ്ടേ അവള് കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ?
സാരിയും ബ്ലൗസും ഒക്കെ? ജുവൽസ് ഓക്കെ, പക്ഷെ സാരി പോരാ. ഇത് ഒരു തവണ നീ ഉടുത്തല്ലേ? ഒരു പ്രാവശ്യം പോലും ഉടുക്കാത്ത ഒറ്റ സാരിയും എനിക്കില്ല. അത് ഒരു ദിവസം തന്നെ നീ 2-3 സാരി മാറ്റി ഉടുക്കുന്നുണ്ടല്ലേ? വിഷമിക്കണ്ട, നിനക്കൊടുക്കാൻ ഒരു പുത്തൻ സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്താ വില? 8,999 രൂപയോ? 9,000-ന് 1 രൂപയുടെ കുറവേ ഉള്ളൂ. എന്നാലും കണ്ടാൽ അത്രയും തോന്നൂല. വിലയുള്ള പല വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിൽ വില തോന്നൂലല്ലോ. കറക്റ്റ്. ആ പിന്നെ സാറെന്താ റെഡിയാകാത്തെ? കോട്ട് സൂട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഫോറിൻ മെയ്ഡാ, 10,000 റുപ്പീസാ. കണ്ടാൽ അത്രയും തോന്നൂ? ഞാൻ വിചാരിച്ചത് അതിലും കൂടുതലാണെന്നാ. എടി എടി, നീ ഇത് ഉടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഉടുത്തുവോ? അമ്മ വാങ്ങി തന്നതാ. രണ്ടും ഒരേ സ്റ്റഫാ, കളർ മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. 500 രൂപയാ. പക്ഷേ കണ്ട 10,000 രൂപ തോന്നിക്കൂലേ? ചേരടാ, സത്യം പറ, ഇത് ആര് വാങ്ങിയതാ? ഇതിനെന്താ വില? ഇത് അമ്മ തന്ന തന്നെ. അമ്മ തന്ന സമ്മാനത്തിന് വില മതിക്കാനാവില്ല. കലക്കി. ചേച്ചിക്ക് ഒരല്പം ജാടയുണ്ടായിരുന്നു, അത് തീർന്നു. ഭർത്താവായ ഇങ്ങനെ വേണം. ശേഖരേട്ടൻ ഒരു സ്റ്റൈലിൻ ഹസ്ബൻഡ് തന്നെ. സ്വർഗം തറവാട് മേലെ പൊൻവെയിലാകാശം പൂപ്പന്തൽ കെട്ടും താഴെ കാറ്റിൻ ചെല്ലക്കൈകൾ താളം കൊട്ടും. എന്തായത്? ഇവിടെ ഒരു അനക്കവും കാണുന്നില്ലല്ലോ. ഇവൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അമ്മയുടെ പിറന്നാൾ കേമമാണ്, വലിയ ആഘോഷമാണ്, പാട്ടാണ്, കൂത്താണ്. ഇതൊക്കെ തന്നെ ഇവൾ എന്നോടും പറഞ്ഞത്. മക്കളെല്ലാരും കൂടി എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നെന്റെ പ്രേമൻ എവിടെ? അവന്റെ മുഖമല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവൻ എന്നെ മറന്നില്ലേ? ഇല്ല, മറന്നിട്ടില്ല. മറന്നത് ഞാനാ. വരുന്ന വഴിക്ക് ഞാൻ പ്രേമേന്ദ്രനെ കണ്ടിരുന്നു. എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തരാനായി ഒരു പിറന്നാൾ സമ്മാനം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ ഇത് നമ്മൾ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? പ്രേമേന്ദ്രനെ ഏൽപ്പിച്ചതല്ലേ? അതെ. സെറ്റും ഉണ്ടും എല്ലാ വർഷവും അവൻ ഇതാ തരാറ്. ഞാനിപ്പോ എന്ത് സമ്മാനം അമ്മയ്ക്ക് തരിക? ഒന്നും കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ? ഈ അമ്മയുടെ പിറന്നാൾ ഓർത്തല്ലോ, അത് മതി. ഏതായാലും മക്കളോടും മരുമക്കളോടും ഒന്നിച്ച് പിറന്നാളും കൊണ്ടാടി ഒരു 100 ആയുസ്സ് അമ്മ ജീവിച്ചിരിക്കട്ടെ. എന്താ എല്ലാരും നോക്കി വയ്ക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉഗ്രൻ സദ്യ ഒരുക്കണം. ആ പെണ്ണുങ്ങളെല്ലാം അടുക്കള ഇരുന്നേ. നീ എന്താ നോക്കിക്കുന്നത്? നീ പെണ്ണല്ലേ? ചെല്ലടി വന്നേ. അതെ, മറ്റേ കാര്യം ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കാ? എനിക്ക് വിഷമോ. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ചോദിക്കണ്ട. ശേഖരൻകുട്ടി, നീയാടാ ഈ കുടുംബത്തിലെ വിളക്ക്. ദുഃഖത്തോടെ കടന്നു പോകേണ്ട ഈ ദിവസത്തില് സന്തോഷം കൊണ്ടുവന്നത് നീയാ. നീ പ്രേമേന്ദ്രനെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ? അത് മതി. മിസ്റ്റർ പ്രേമേന്ദ്രൻ, ഇത് പതിവ് പ്രോഗ്രാം ആണോ അതോ കുറ്റബോധം കൊണ്ടാണോ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. വരൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. തന്നെ ഇത്രയും കഠിന ഹൃദയനാക്കാൻ സഹായിച്ച തന്റെ ഭാര്യയും അമ്മായിയമ്മയും. ഒരു കാര്യം ഓർത്തോ, അമ്മയോളം വരില്ല അമ്മായിയമ്മ. അമ്മയുടെ പിറന്നാളെങ്കിലും ഓർമ്മിച്ചെത്തൂന്ന് കരുതി തനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു തന്റെ അമ്മ. 100 വർഷം തപസ്സിരുന്നാലും അതുപോലെ ഒരു അമ്മയെ തനിക്ക് കിട്ടില്ല. നിനക്കൊന്നും വേണ്ടാത്ത ആ അമ്മയെ എനിക്ക് തരുവോ? എന്ത് വില വേണമെങ്കിലും തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവകാശം പറഞ്ഞോണ്ട് വന്നേക്കരുത്. തരില്ല ഞാൻ, ഒന്ന് കാണാൻ പോലും. ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും വില ദിവസങ്ങൾ കൊണ്ട് മറന്ന താൻ നന്നാവില്ല. ആ അമ്മ ഉള്ളുരുകി തന്നെ ഒന്ന് ശപിച്ചാൽ ആ ശാപം ഒരു കാലത്തും തന്നെ വിട്ടുപോകില്ല, താൻ മരിച്ചാലും. എനിക്കറിയാം തന്റെ അമ്മയ്ക്ക് അങ്ങനെ ശപിക്കാൻ കഴിയില്ലെന്ന്, അല്ലേ? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണോ, മക്കളോടുള്ള സ്നേഹം. ഒന്നോർത്തോ,
അച്ചി വീട്ടിൽ ഇങ്ങനെ പുറത്താൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. വീട്ടിൽ ചെന്ന് 3-4 ദിവസം നിന്റെ തള്ളരെ കൂടെ പെറ്റി കിടന്നപ്പോ നിനക്ക് ആ കാശിന്റെ കാര്യം ചോദിച്ചാൽ എന്തായിരുന്നു? ഞാൻ അന്ന് രഘുവേട്ടനോട് പറഞ്ഞതാ എനിക്കതിന് കഴിയില്ല എന്ന്. വീട്ടിലെ സ്ഥിതികളൊക്കെ അറിയാവുന്നതല്ലേ. ഓ, അത്രയ്ക്ക് മോശസ്ഥിതി ആണെങ്കിലേ എന്റെ മോന്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് നിന്നെ എന്തിനോട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ, നിന്റെ ചേച്ചിയെ കെട്ടിയവൻ വലിയ കോടീശ്വരനല്ലേ? അയാളോട് ചോദിച്ചാ നിനക്ക് എത്ര വേണമെങ്കിലും കിട്ടുമെന്നാ പലരും പറഞ്ഞ കേട്ടത്. അയാളെ നിന്റെ വീട്ടിൽ വന്ന് കെട്ടിയതേ ചേട്ടത്തെ അനിത്യം കണ്ടിട്ടാണെന്നോ അറിയാം. അനാവശ്യം പറയരുത്. എന്റെ ഭർത്താവിന്റെ അമ്മ ആയതുകൊണ്ടാ ഞാൻ മറുത്തു പറയാത്തത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശിന് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. അയ്യടി, നിന്നെ കാർ പിടിച്ച് കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഇവിടെ ആരുമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോടി. ആ, ഞാൻ പോവാ. ഇനി രഘുവേട്ടൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? നീ ഇന്ന് തന്നെ മടങ്ങിപ്പോണം. വഴക്കും കൂടി വന്ന നിന്നെ സ്നേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയ നിന്റെ ജീവിതമാ താറുമാറാകുന്നത്. അപ്പൊ ഞാൻ ആ തള്ളയുടെ പോരും സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണോ? എന്നല്ല മോളെ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എടുത്തു ചാടരുത്. ഞാൻ ശേഖരൻകുട്ടിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ശേഖരേട്ടനോടൊന്നും പറയണ്ട. അവര് ശേഖരേട്ടനെ പറ്റി വരെ അനാവശ്യം പറഞ്ഞു. സ്ത്രീക്ക് ഭൂമിയോളം ക്ഷമ വേണം, സഹനശക്തി വേണം. മോള് തിരിച്ചു ചെല്ലേ. അമ്മ എന്തെങ്കിലും ഒരു വഴി കാണാം. എന്ത് വഴി? ഒന്നുമില്ല. അവർ ചോദിക്കണ കാശ് കൊടുക്കണം. അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അമ്മ വന്ന് വിവരം പറയുമ്പോ ആ കണ്ണ് നിറഞ്ഞിരുന്നു. നിന്നോട് ചോദിക്കാതെ തീരുമാനിച്ചതായി വിചാരിക്കണ്ട. ഇത് 3 ലക്ഷം രൂപയുണ്ട്. നീ തന്നെ നിന്റെ അനിയത്തിയുടെ കാര്യം ഒത്തുതീർപ്പാക്കണം. ഇത് ഒത്തുതീർപ്പല്ല, ഒത്തുനിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. അന്ന് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പോഴും തോന്നലേ ഉള്ളൂ. വിശ്വാസമായില്ല അല്ലേ? പ്രഭാവതി രൂപയെന്ന് ആർക്കും കൊടുക്കണ്ട. ശേഖരൻകുട്ടി ചോദിച്ചാലേ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. കുട്ടിക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ശേഖരൻകുട്ടിയുടെ കാര്യത്തിലെ പ്രഭ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. എന്റെ മോള് രേണുവിനെ കണ്ട് പഠിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും പ്രേമേന്ദ്രൻ ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൺട്രോളിലാണെന്ന്. ശരിയാ, ഒരു പരിധി വരെ. അതുകൊണ്ട് എന്താ, അവർക്കൊരു ലൈഫ് ഉണ്ടായി. ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നടത്തി ആ വീട്ടുകാരുടെ പിന്നാലെ അവൻ നടന്നേനെ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മോൻ മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ഒരു കോടീശ്വരിയെ തന്നെയാ അവന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ പണം കയ്യിൽ വെച്ച് കളയണ്ട, എന്നെ ഏൽപ്പിച്ചാ മതി. 1 വർഷം കൊണ്ട് ഡബിൾ ആക്കി ഞാൻ തിരിച്ചു തരാം. എന്തിനമ്മ പ്രേമന്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത്? അവൾ അത് അറിഞ്ഞു പ്രവർത്തിക്കട്ടെടി. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല. എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? അതിരിക്കട്ടെ, പ്രേമന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ടമ്മേ. ആ ദരിദ്രവാസികൾ വരണ്ട. വന്നാലേ വീണ്ടും പ്രേമേന്ദ്രന്റെ മനസ്സ് മാറിയാലോ. വേണമെങ്കിലേ അവന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്ഷണക്കത്ത് അയച്ചേക്ക്. വന്നാ വരട്ടെ. നമ്മൾ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണെന്ന് ഇതോടെ ടീച്ചർക്ക് മനസ്സിലാവും.